ഹലോ ഓൾ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്റർനാഷണൽ ബീച്ചാക്കി നവീകരിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് ബേപ്പൂർ ബീച്ചിലെ കാഴ്ചകളാണ്. ക്രൂയിസ് ബോട്ട്, സ്പീഡ് ബോട്ട്, ഷിക്കാര ബോട്ട് തുടങ്ങിയ പല ടൈപ്പിലുള്ള ബോട്ടിങ്ങും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും സന്ദർശകർക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയായിട്ട് ചാലിയാർ പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്തായിട്ടാണ് ബേപ്പൂർ ബീച്ചിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ബീച്ച് മോടി പിടിപ്പിക്കാനുള്ള വർക്ക് അല്ലാതെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഫ്ലോറൊക്കെ ടൈല് പാകി പുതിയ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു വീൽ ചെയർ ആക്സസിബിൾ ബീച്ച് ആയതുകൊണ്ട് തന്നെ വീൽ ചെയറിലുള്ള ഒരുപാട് പേര് ഇവിടേക്ക് വരുന്നുണ്ട്. നീളം കൂടിയ പുള്ളിമൂട്ടാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് ഇതിലൂടെ കുറേ ദൂരം കടലിലേക്ക് നടക്കാൻ പറ്റും. എല്ലാ വർഷവും ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഇവിടെ വെച്ചാണ് നടക്കാറുള്ളത്. കൈറ്റ് ഫെസ്റ്റിലും വാട്ടർ സ്പോർട്സിലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ബേപ്പൂർ ബീച്ച് ഇപ്പോൾ അടിമുടി മാറിയിട്ടുണ്ട് കേട്ടോ. 7 പേർക്ക് വരെ കയറാവുന്ന സ്പീഡ് ബോട്ടിന് ഇവിടെ ഒരാൾക്ക് 200 രൂപ കേട്ടോ ചാർജ് വരുന്നത്. സ്പീഡ് ബോട്ടിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് തന്നെ ഏകദേശം 10 മിനിറ്റോളം ടൈം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നാലും ഒരു 1 ടൈം നമ്മൾ കയറേണ്ട സംഗതി തന്നെയാണ് കേട്ടോ ഈ സ്പീഡ് ബോട്ട്. ബേപ്പൂരിലെ എല്ലാ ടൈപ്പ് ബോട്ടിങ്ങും വൈകിട്ട് 6:30 വരെ മാത്രമാണ് കേട്ടോ വർക്കിംഗ് ടൈം വരുന്നത്. ഈ കാണുന്ന ഷിക്കാര ബോട്ടിന് ഒരാൾക്ക് 100 രൂപയാണ് ചാർജ് വരുന്നത്. ഡബിൾ ഡെക്കർ ബോട്ടിനും 100 രൂപ തന്നെയാണ്. ബോട്ടിംഗ് എല്ലാം ആളെ എണ്ണ ഒക്കുന്നതിനനുസരിച്ചാണ് കേട്ടോ സർവീസ്. ബീച്ച് എൻട്രൻസിൽ നിന്ന് പുറപ്പെട്ട് ഒരു നിർമ്മാണ കേന്ദ്രവും ഫിഷിംഗ് ഹാർബറും പോർട്ടും ചുറ്റി വന്ന് പുളിമൂട്ടിൻ്റെ അടുത്ത് വരെ പോകുന്ന ഏകദേശം അരമണിക്കൂർ ട്രിപ്പാണിത്. 6:30 ലാസ്റ്റ് ട്രിപ്പിലായിരുന്നു ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഈവനിങ് ആയതുകൊണ്ട് തന്നെ ബോട്ട് ഫുൾ ലൈറ്റും പാട്ടൊക്കെ ഇട്ട് പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇതിൻ്റെ എക്സ്പീരിയൻസ് വേറെ ലെവലാണ് കേട്ടോ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ടൈമും വരുന്നത് രാവിലെ 9:30 മുതൽ വൈകിട്ട് 6:30 വരെയാണ്. ഇവിടെ നിന്ന് ചാലിയത്തേക്ക് ജങ്ക സർവീസ് ഉണ്ട്. അതിൽ കയറിയാൽ അപ്പുറത്തുള്ള പുളിമൂട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ബൈക്കിലൂടെ പുളിമൂട്ടിലൂടെ യാത്ര ചെയ്യാം. അവിടെ നിന്നും സ്പീഡ് ബോട്ടും ഷിക്കാര ബോട്ട് സർവീസൊക്കെ ഉണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.